അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. എല്ലാ വർഷത്തെയും പോലെ ബഹുമാനപ്പെട്ട ഉസ്താദ് എം നൗഷാദ് ബാക്കവി അവർകൾ അൽബയാൻ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ അലാ ആലിഹി വസുഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ഈ അൽബയാൻ അതിൻ്റെ പരിശ്രമം നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾ മരണപ്പെട്ടു പോകുമ്പോൾ ഞങ്ങളുടെ ഖബറിൽ ഇതൊരു വലിയ സ്വാലിഹായ അമലാക്കി നീ എത്തിച്ചു തരണം റഹ്മാനെ. പരിശുദ്ധ റമളാനിൻ്റെ പൊരുത്തം നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാർ, സഹോദരങ്ങൾ, ഇതിൻ്റെ പ്രചാരകർ, ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹുവെ ഈ അറിവിൻ്റെ വെളിച്ചം ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്നതാക്കി നീ മാറ്റണം റബ്ബേ. സ്വല്ലി അലൻ നബി മുഹമ്മദിൻ വ ആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിലാൽ റളിയല്ലാഹുവിൻ്റെ പുതിയ ഒരു കൂട്ടുകെട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതുവരെ ബഹുമാനപ്പെട്ടവർക്ക് കൂട്ടുകെട്ടുകളില്ല. അടിമ, ഉടമ, അത്രയേ ഉള്ളൂ. ഉടമ പറയുന്നത് അടിമ കേൾക്കുക, ആ ജോലി ചെയ്യുക, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ അവകാശവും സ്വാതന്ത്ര്യവും അർഹതയുമില്ല. അതിൽ തന്നെ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ കഠോരമായ ശിക്ഷകൾക്ക് പാത്രമാവുക, അതാണ് ജീവിതം. പക്ഷേ ഇവിടെ പുതിയൊരു കൂട്ടുകെട്ടിയിരിക്കുകയാണ്. വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ കൂട്ടുകെട്ടുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാകണം. ഒരു ഹദീസ്, ഈ ചരിത്രത്തിനിടയിൽ ഒരു ഹദീസ് ഞാൻ ഓർത്തു പോവുകയാണ്. ലാ തഹക്കിറന്ന മിനൽ മഅറൂഫി ഷൈഅ. നബിതങ്ങൾ പറഞ്ഞതാണ്, നല്ല ഒരു കാര്യത്തെയും നിങ്ങൾ നിസാരമാക്കരുത്. വ ഇന്ന മിനൽ മഅറൂഫി അൻ തൽഖ അഖാക ബിവജ്ഹിൻ തുൽഖിൻ. നിങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നത് പോലും ഒരു നല്ല കാര്യമാണ്. നിങ്ങളതിനെ നിസാരമാക്കരുത്. പുഞ്ചിരി ഒരു ചന്ദനത്തിരി പോലെയാണ്. അതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുഗന്ധം വരുന്നത് പോലെ നമ്മൾ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വലിയ സംതൃപ്തിയും വലിയ സന്തോഷവും നമുക്കും ലഭിക്കും, മറ്റുള്ളവർക്കും ലഭിക്കും. ഒരിക്കലും ചിരിക്കാത്ത ഗൗരവമുള്ള മുഖക്കാരനെ ആർക്കും ഇഷ്ടമല്ല. പുഞ്ചിരിച്ചുകൊണ്ട് കച്ചവടത്തിനിരിക്കുന്നവരുടെ സ്ഥാപനത്തിലാണ് ആളുകൾ സാധനം വാങ്ങാൻ പോവുള്ളൂ. മസിൽ പിടിച്ച് ചിരിക്കാതിരിക്കുന്നവൻ്റെ കടയിൽ എന്തൊക്കെ നശിച്ചു പോയാലും ആളുകൾ അത് വാങ്ങാൻ പോവില്ല. അതാണ് ചിരിയുടെ ശക്തി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചപ്പോൾ അലിഞ്ഞുപോയത് ഇന്നലെ വരെ ഉമയ്യത്ത് ചവിട്ടിത്തേച്ച ഒരു അടിമയുടെ മനസ്സാണ്. ഏറ്റവും വലിയ സ്നേഹിതനായിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം ഏറ്റെടുത്തത്. ഈ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കാര്യം പറയുമ്പോഴാണ് ഞാൻ അറിയാതെ സ്നേഹസാഗരത്തെ പറഞ്ഞു പോകുന്നത്. എറണാകുളത്തൊരു കമ്പനി ഡ്രൈവറായിരുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന് ആരുമില്ല, ഉമ്മയില്ല, ഉപ്പയില്ല, ഭാര്യയില്ല, മക്കളില്ല, ആരുമില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതം നോക്കാനായി വണ്ടി ഓടിക്കുന്നു, കമ്പനിയിൽ പോയി വണ്ടി ഓടിക്കുന്നു, വാടക വീട്ടിൽ കഴിയുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, നോക്കാൻ ആളില്ല. അദ്ദേഹത്തെ സ്നേഹസാഗരം എന്ന നമ്മുടെ ആതുരാലയം ഏറ്റെടുത്തു. 1.5 വർഷത്തോളം അദ്ദേഹം ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഭക്ഷണം കഴിച്ച് ചികിത്സിച്ച് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അസുഖമൊക്കെ മാറിയപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞു, എനിക്ക് ആരോഗ്യമുണ്ടല്ലോ ഉസ്താദെ, നിങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പൈസക്ക് എനിക്ക് ഭക്ഷണം വാങ്ങിത്തരണ്ട, ഞാൻ ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് നമ്മൾ വലിയ യാത്രയയപ്പ് കൊടുത്തു. പത്രക്കാരൊക്കെ വന്നു. അദ്ദേഹം യാത്രയയപ്പിനൊരു പ്രസംഗം നടത്തി. അദ്ദേഹം ആദ്യം പറഞ്ഞത്, ഇവിടുത്തെ സ്റ്റാഫുകൾ എനിക്ക് തരുന്ന ഭക്ഷണത്തെക്കാൾ, എനിക്ക് തരുന്ന സ്നേഹത്തെക്കാൾ എനിക്ക് ഏറ്റവും സന്തോഷം അവർ മുറിവിൽ മരുന്ന് വെക്കാൻ വരുമ്പോഴും, അവർ ബാത്റൂമിൽ വീൽ ചെയറിലിരുത്തി കൊണ്ടുപോകാൻ വരുമ്പോഴും അവർ തരുന്ന പുഞ്ചിരിയാണ്. ആ പുഞ്ചിരി നമ്മളാണ് സ്റ്റാഫുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ആ പുഞ്ചിരി മുത്ത് റസൂലാണ് നമുക്ക് പറഞ്ഞു തന്നത്. ആ പുഞ്ചിരിയെക്കുറിച്ച് തഴവ ഉസ്താദ് 2 ബൈത്ത് ചൊല്ലിയിട്ടുണ്ട്. നമ്മളെ കൊല്ലം ജില്ലയുടെ കരുനാഗപ്പള്ളി തഴവയിലുണ്ടായിരുന്ന തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി എന്ന് പറയും. അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. അവിടെ കിടന്നുകൊണ്ട് അദ്ദേഹം കവിത എഴുതിയപ്പോൾ ഒരു 2 വരി കവിത അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് ഓർത്തെടുക്കുകയാണ്. അറിയപ്പെടുന്നൊരു ഡോക്ടറാ മധുസൂദനൻ, പുഞ്ചിരി മതിയാ ശ്വാസമാരോഗ്യക്കുടൻ എന്ന് പറഞ്ഞാൽ
അന്നൊരു മധുസൂദൻ എന്ന് പറയുന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ. അദ്ദേഹത്തെ കണ്ടാൽ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് രോഗിയുടെ അടുത്ത് വന്നിരുന്നാൽ തന്നെ മതി, ഞങ്ങളുടെ അസുഖം ഭേദമാകുമെന്ന് പറഞ്ഞത് തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവിയാണ്. അപ്പോൾ ചിരിക്കാൻ മറന്നുപോയ ഈ മുസ്ലിം സഹോദരങ്ങളോടാണ് ചിരിച്ചുകൊണ്ട് അടിമയെ സ്വീകരിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ശരി, നമുക്ക് ചരിത്രത്തിലേക്ക് വരാം. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് യാത്രക്കിടയിൽ ഉറക്കം വരുന്നില്ല. തന്നെ സ്നേഹിച്ചു ഒരാൾ, തൻ്റെ ശരീരത്ത് സന്തോഷത്തോടെ തൊട്ടു ഒരാൾ, തൻ്റെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിച്ചു ഒരാൾ, തന്നെ ചേർത്തു പിടിച്ചു ഒരാൾ, എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണെന്ന് പറഞ്ഞു ഒരാൾ. ഇങ്ങനെ ഒരു മനുഷ്യനാകാൻ കഴിയുമോ? എങ്ങനെ എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നു? ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവമേ നടക്കില്ല എന്ന് തീരുമാനിച്ച്, അടിമപ്പാളയത്തിൽ ജനിച്ചു മരിക്കേണ്ടവനാണെന്ന് തീരുമാനിച്ച് എനിക്ക് ഇങ്ങനെ ഒരു സൗഭാഗ്യം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. യാത്ര തുടർന്നു കൊണ്ടുപോയി. ചില സ്ഥലത്ത് ഇറങ്ങി താമസിക്കേണ്ടി വരും, ചില സ്ഥലത്ത് വിശ്രമിക്കേണ്ടി വരും. വിശ്രമിക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കൊണ്ടുവരികയാണ്. നല്ല കൂട്ടുകാരനല്ലേ, നീ ഭക്ഷണം കഴിക്കൂ. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണുകളിങ്ങനെ നിറഞ്ഞൊഴുകയാണ്. ഇന്നുവരെ ഇങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. യജമാനൻ ഭക്ഷണം കഴിക്കുമ്പോൾ നോക്കി നിൽക്കാൻ പോലും പാടില്ല. നായയും പൂച്ചയും നോക്കി നിന്നാലും അടിമയ്ക്ക് നോക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അത് കറുത്ത അടിമയാണെങ്കിൽ അടുത്തുപോലും വരാനുള്ള സ്വാതന്ത്ര്യമില്ല. വലിച്ചെറിയപ്പെട്ട അടിമപ്പാളയത്തിൻ്റെ ഏതോ മൂലയ്ക്ക് ഒട്ടകം കഴിച്ചതിൻ്റെ ബാക്കി കഴിച്ച് ആടുമാടുകൾ കഴിച്ചതിൻ്റെയും കാട്ടിച്ചതിൻ്റെയും ഇടയിൽ കിടന്നുറങ്ങേണ്ടി വന്ന ബിലാലിന് വെളുത്ത കൈകൊണ്ട് അറേബ്യയിലെ ഒരു വലിയ മുതലാളി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭക്ഷണം വാരി കൊടുക്കാൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ എന്തിനാണ് കൂട്ടുകാരാ കരയുന്നത്? ബിലാൽ പറഞ്ഞു, ഞാൻ അടിമയാണ് അബൂബക്കറെ. ഉമയ്യത്തെന്ന് പറയുന്ന ധാർഷ്ട്യമുള്ള ധിക്കാരിയായ അഹങ്കാരിയായ മനുഷ്യൻ്റെ അടിമയാണ്. എനിക്ക് ചിരിക്കാൻ അവകാശമില്ല, എനിക്ക് കരയാൻ അവകാശമില്ല, എനിക്ക് ഭക്ഷണം കഴിക്കാൻ അവകാശമില്ല, എനിക്ക് വിശക്കാൻ പാടില്ല, എനിക്ക് ദാഹിക്കാൻ പാടില്ല, എനിക്ക് ഉറങ്ങാൻ പാടില്ല. ബിലാൽ ഇങ്ങനെ കരഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ സമാധാനിക്കുക, നീ ആസ്വദിക്കുക, നിനക്ക് ദൈവം ഒരു വഴി കാണിച്ചു തരും. ഭക്ഷണം വാരിക്കൊടുത്തു, കഴിച്ചു. ആ യാത്ര ബിലാലിൻ്റെ ജീവിതത്തിലെ വലിയ സന്തോഷത്തിൻ്റെ യാത്രയായിരുന്നു. ഒരു ദിവസം സുപ്രഭാതത്തിൽ യാത്രയൊക്കെ നിർത്തിവെച്ചിട്ട് വിശ്രമവേളയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ധൃതിയിൽ നടന്നു പോകുന്ന ഒരു കാഴ്ച കണ്ടു. യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് വിശ്രമിക്കാൻ ഇറങ്ങിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ വേഗത്തിൽ യാത്ര പോവാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലയോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എങ്ങോട്ടാണ് ഇങ്ങനെ ധൃതി വെച്ച് ഇത്ര ധൃതിയിൽ ഓടുന്നത്, എങ്ങോട്ടാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാലിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഒരു വലിയ സന്തോഷം സംഭവിക്കാൻ പോവാണ്, ഞാൻ അവിടേക്ക് പോവാണ്, നീ വരുന്നുണ്ടോ? പക്ഷേ എവിടേക്കാണ് പോകുന്നത് എന്ന് കേട്ടപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വരുന്നില്ല, എനിക്ക് വരാൻ പാടില്ല, ഞാൻ അടിമയാണ്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ വാർത്ത ലോകത്തിന് സന്തോഷത്തിൻ്റെ വാർത്തയാണ്, ലോകത്തുള്ള എല്ലാ അടിമകൾക്കും ഒരു സന്തോഷമുണ്ടാക്കുന്ന വാർത്തയാണ്, ഞാൻ ആ വാർത്തയുമായിട്ടാണ് ഇനി മടങ്ങി വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാത്രയായി. എവിടേക്കാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയത്? എന്ത് വർത്തമാനമാണ്, എന്ത് വാർത്തയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേൾക്കാൻ പോകുന്നത്? ഏത് അത്ഭുതമാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇൻഷാ അല്ലാഹ് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിലെ വലിയ ഒരു നാഴികക്കല്ലാണ് നാളെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീക്ക് തരട്ടെ. ഇന്നത്തെ മനോഹരമായ പഠനാർഹമായ നിങ്ങളുടെ ചോദ്യങ്ങൾ തയ്യാറായിരിക്കുന്നു. ആ ചോദ്യോത്തരവേളയിലേക്ക് പ്രവേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും. അൽബയാനിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനീ സ്നേഹികൾക്കും ഹാർദമായ സ്വാഗതം. ഷഹബാൻ മാസത്തിലായിരുന്നു എൻ്റെ നിക്കാഹ്. പക്ഷേ ഭർത്താവ് നാട്ടിൽ തന്നെ ജോലി ആയതുകൊണ്ട് എപ്പോഴും കൂടെ ഉണ്ടാകും. റമദാനിലൊക്കെ പകലും രാത്രിയും ഉണ്ടാകും. പകൽ സമയത്ത് നോമ്പായതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴുമെല്ലാം എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? ഈ ലെറ്റർ അയച്ചിരിക്കുന്നത് ഷെറീന അഫ്സറാണ്, മലപ്പുറത്ത് നിന്ന്. പകൽ നോമ്പായതുകൊണ്ട് ഒരുമിച്ച് ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിനപ്പുറം പരമാവധി പകലിൽ ഒരുമിച്ച് ഇരിക്കുകയും കിടക്കുകയും ചെയ്യാതിരിക്കലാണ് നല്ലത്. അതിപ്പോൾ ഷഅബാനിൽ കല്യാണം കഴിഞ്ഞതല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിഞ്ഞ് 10-20 വർഷമാണെങ്കിൽ പോലും റമളാൻ മാസത്തിൻ്റെ പകലിൽ അങ്ങനെ കൂടുതൽ അടുത്ത് ഇടപഴകുന്നത് നമ്മൾ ഒഴിവാക്കണം.
അത് തെറ്റാണ് എന്നല്ല. കാരണം നമ്മൾ വളരെ വിലപ്പെട്ട അള്ളാഹു തന്ന വലിയ അനുഗ്രഹമാകുന്ന നോമ്പിനെ നമ്മൾ ഇങ്ങനെ ഭവ്യതയോടെ കൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ സഹധർമ്മിണിയുടെ ചാരത്ത് പോയിരുന്നു കൊണ്ട് മനുഷ്യൻ്റെ അവസ്ഥയാണ്, അവൻ്റെ ശാരീരികമായ അവസ്ഥകളിൽ വൈകാരിക തലങ്ങൾ എപ്പോഴാണ് ചിന്ത മൂർധന്യതയിലേക്ക് എത്തുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതൊക്കെ ഓരോ മനുഷ്യൻ്റെ ശരീരഘടനയും അവൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥയും മാനസിക നിലവാരവും ഒക്കെ വെച്ചിട്ടാണ്. ചില ആളുകൾക്ക് ഭാര്യയുടെ അടുത്ത് പോയിരുന്നത് കൊണ്ടോ ഭാര്യ ഇങ്ങോട്ട് വന്നിരുന്നത് കൊണ്ടൊന്നും മാനസികമായി ഒരു വൈകാരിക ചിന്തയുണ്ടാവില്ല. ചില ആളുകൾക്ക് അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ തൻ്റെ വികാരങ്ങൾ ഉണരുകയാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നിനും പോകാതെ വളരെ ശ്രദ്ധയോടെ ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവളാണ്, നമുക്കെപ്പോഴും നമ്മുടെ അടുത്തുണ്ടാവേണ്ടവളാണ്. റമളാൻ മാസത്തിൻ്റെ പകലിൽ കൊഞ്ചാനും കുഴയാനും കൊച്ചു വർത്തമാനം പറയാനും അവളുടെ അടുത്ത് പോയിരിക്കാനും അവൾ ഇങ്ങോട്ട് വന്നിരിക്കാനും വരാതെ വളരെ ശ്രദ്ധിച്ച് അല്പം ഒരു അകന്ന് ശ്രദ്ധിച്ച് കഴിയേണ്ടതാണ്. പിന്നെ ഇത് കല്യാണം കഴിഞ്ഞ പുതുമോടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും അത് റമളാനിൻ്റെ നോമ്പിനെ ശരിക്കു ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം എന്ന് മാത്രം. എല്ലാ അർത്ഥത്തിലും സ്പർശനം ഉൾപ്പെടെയുള്ള സർവ്വകാര്യങ്ങളിലും വളരെ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ വിലപ്പെട്ട നമ്മുടെ റമദാനിൻ്റെ നോമ്പ് നമുക്ക് നഷ്ടമായി പോകും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തിരക്ഷിക്കട്ടെ. ഏതായാലും അങ്ങനെ ചോദിക്കാനുള്ള മനസ്സ് കാണിച്ചത് തന്നെ അത്രത്തോളം പടച്ചവനെ ഭയന്ന് ജീവിക്കുന്നത് കൊണ്ടാണ്. ആ ഭയഭക്തി ജീവിതത്തിൻ്റെ അവസാനത്തോളം അവർക്കും അവരുടെ മക്കൾക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിൽഡിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുറേ പൊടിപടലങ്ങൾ ഉണ്ടാകുമല്ലോ. പണിക്കാരെ സംബന്ധിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയില്ല. അപ്പോൾ അത് അമിതമായി മൂക്കിലേക്കും മറ്റും അടിച്ചു കയറിയാൽ അത് നോമ്പിനെ ബാധിക്കുമോ? ഈ ലെറ്റർ അയച്ചിരിക്കുന്നത് ഹക്കീം ഷായാണ്, വളാഞ്ചേരിയിൽ നിന്നും. തീർച്ചയായിട്ടും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ചോദ്യം തന്നെയാണ്. നോമ്പിനെ അത് ബാധിക്കുകയില്ല. കാരണം ചെറിയ കട്ടി കുറഞ്ഞ അതിൻ്റെ പൊടികൾ, പുക പോലിരിക്കുന്ന പൊടികളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, മൂക്ക് കെട്ടുന്നതിനോ അല്ലെങ്കിൽ മറയ്ക്കുന്നതിനോ ഒക്കെ പറ്റിയ സൗകര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പരിശുദ്ധ റമളാനിൽ പോലും ഈ കാലാവസ്ഥയിലും ഇത്രയും ശക്തമായ ജോലികൾ ചെയ്യാൻ നോമ്പുകാർ തയ്യാറാകുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പ്രവാസികളായ ഭർത്താക്കന്മാരുടെ ഭാര്യമാർ ഈ അൽബയാൻ കാണുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് വളരെ ഇപ്പോഴും എല്ലാ ഗൾഫുകാരും വളരെ സുഖത്തിലല്ല, സന്തോഷത്തിലല്ല. ഇപ്പോഴും ഇങ്ങനെ വലിയ വലിയ ബിൽഡിങ്ങുകൾ, ഫ്ലാറ്റുകൾ അതിൻ്റെ നിർമ്മാണത്തിലും അതിൻ്റെ പെയിൻറ്റിങ്ങിലും ഒക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഗൾഫുകാർ ചൂട് തണുപ്പ് എന്ന് വ്യത്യാസമില്ലാതെ കയറിലും ഇതിലൊക്കെ തൂങ്ങിയിട്ടും മറ്റുമൊക്കെ വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് പണിയെടുക്കുന്നത് പലപ്പോഴും നമ്മളൊക്കെ വിദേശ യാത്രയിൽ പോകുമ്പോൾ കാണാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സഹോദരങ്ങളെ റമളാൻ മാസത്തിൽ നോമ്പ് പോലും ഒഴിവാക്കാതെ ഈ ജോലി ചെയ്യുന്നവരുണ്ട്. ശരിക്കും പൊടിപടലങ്ങൾ ഇങ്ങനെ അടിച്ചു വരും. അപ്പോൾ അവരുടെ സംശയം തന്നെയാണ്, മൂക്കിലൂടെയോ വായിലൂടെയോ ആ പൊടിപടലങ്ങൾ അകത്തേക്ക് പോയാൽ നോമ്പ് മുറിയുമോ എന്ന്. ഒരിക്കലും അത് നോമ്പിനെ മുറിക്കുകയില്ല. പക്ഷേ പൊടി എന്നത് മാറിയിട്ട് വലിയ കട്ടിയായ രീതിയിൽ നമ്മൾ മറിഞ്ഞു വീണ് ബിൽഡിങ്ങിൻ്റെ അകത്ത് എന്തെങ്കിലും സംഭവിച്ച് വീണ് അത് വാക്കിയകത്തൂടെ മൂക്കിൻ്റെ അകത്തൂടെയൊക്കെ കടന്നു പോയി കഴിഞ്ഞാലാണ് നോമ്പ് മുറിയുക. ഒരു കാറ്റിലൂടെ പുക പോലെ വന്ന് പൊടികൾ അടിച്ച് മൂക്കിലോ വായിലോ കയറിയാൽ അത് നോമ്പിനെ ബാധിക്കുന്നതല്ല. പക്ഷെ നമ്മൾ പരമാവധി അത് അകത്തേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ സംവിധാനങ്ങൾ, ഇന്നങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ. എത്ര ചെറിയ ശമ്പളം വാങ്ങുന്ന ജോലിക്കാരനാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും അവർക്ക് അപകടം പറ്റാതിരിക്കാനുള്ള ഹെൽമറ്റ് പോലെ തന്നെ അവർക്ക് പൊടിപടലങ്ങൾ പറ്റാതിരിക്കാനുള്ള സംരക്ഷണ വലയങ്ങളും ഇന്ന് ജോലി സൈറ്റുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഒരു പ്രയാസമില്ല. എന്നാലും ഈ ചോദ്യം ആനുകാലിക പ്രസക്തമാണ്. വളരെ ശ്രദ്ധിക്കുക. കട്ടി കുറഞ്ഞ പുക പോലെയുള്ള പടലങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നതെങ്കിൽ ഒരിക്കലും അത് നമ്മുടെ നോമ്പിനെ ബാത്തിലാക്കുകയില്ല. ഏതായാലും റമളാൻ മാസത്തിൽ നോമ്പുകാരായി ഇത്തരം ത്യാഗം ചെയ്യുന്ന വലിയ വലിയ ജോലികൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് സർവശക്തനായ അള്ളാഹു ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുന്നതോടൊപ്പം അവരുടെ നോമ്പിന് നല്ല പ്രതിഫലം അള്ളാഹു കൊടുക്കുമാറാകട്ടെ. ഉച്ചയ്ക്ക് ശേഷമായാൽ നോമ്പുകാരൻ മിസ്വാക്ക് ചെയ്യാൻ പാടില്ലല്ലോ. എന്നാൽ വായ പകർച്ചയായി ദുർഗന്ധം പുറത്തു വരാൻ തുടങ്ങിയാൽ മിസ്വാക്ക് ചെയ്യാൻ പാടുണ്ടോ? ഈ ലെറ്റർ അയച്ചിരിക്കുന്നത് ഷെറിൻ ഹക്കീമാണ്, കായംകുളത്തു നിന്നും. നോമ്പുകാരന് ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? നോമ്പുകാരൻ്റെ വായയിലെ ദുർഗന്ധം അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്കി, കസ്തൂരിയേക്കാൾ അള്ളാഹുവിൻ്റെ അടുത്ത് അമിതമായി സുഗന്ധമുള്ളതാണെന്നാണ്. അത് പടച്ചറബ് നോമ്പുകാരൻ്റെ ഒരു ഫളിലിനെ, ഒരു ശ്രേഷ്ഠതയെ അള്ളാഹു വിളിച്ചറിയിക്കുകയാണ്.
അത്രയും വലിയ കൂലിയുണ്ട് എന്നാണ്. പക്ഷേ ഇവിടെ ഈ ചോദ്യകർത്താവ് പറഞ്ഞത് ചില ആളുകളുടെ, ഇപ്പോൾ എല്ലാവരുടെയും വായയും പല്ലും ഒരുപോലെ ആയിരിക്കില്ല. അതിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് പെട്ടെന്ന് ദുർഗന്ധം ഉണ്ടാവും, ചില ആളുകൾക്ക് വായ ദുർഗന്ധം വല്ലാതെ ഉണ്ടാവും, മിസ്വാക്ക് ചെയ്താൽ പോലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ റമദാനിൽ രാവിലെ മുതൽ ഒന്നും കഴിക്കാത്ത വായയാണ്. അപ്പോൾ മിസ്വാക്ക് കൂടി ചെയ്തില്ലെങ്കിൽ, പല്ലു കൂടി തേച്ചിട്ടില്ലെങ്കിൽ, വായ വൃത്തിയാക്കുക കൂടി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ വല്ലാത്ത ദുർഗന്ധമാണ്. ഒരിക്കലും പള്ളിക്കകത്ത് പോയി നിൽക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളോട് സംസാരിക്കാനോ ഒന്നിനും കഴിയാത്ത വിധം അരോചകമാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. കാരണം അയാളെ കൊണ്ട് ബാക്കിയുള്ള പള്ളിയിൽ വരുന്ന ആളുകൾക്കും കൂടെയുള്ള കുടുംബത്തിനും ഒക്കെ വല്ലാതെ അസ്വസ്ഥത ഉണ്ടാകുന്നത്, ആ അസ്വസ്ഥത ഈ ഒരു പല്ല് തേക്കൽ കൊണ്ടേ ഒഴിവാകുകയുള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഈ ഒരു കാര്യം അവന് ചെയ്യൽ അനുവദനീയമാണ്. സംശയങ്ങൾ എഴുതി അറിയിക്കുമ്പോൾ ചെറിയ ചെറിയ കാർഡുകളിൽ എഴുതി അയച്ചാൽ വലിയ ഉപകാരമായിരുന്നു. കാരണം പരിശുദ്ധ റമദാനാണ്, പകലും രാത്രിയും ഒക്കെയായി ഒരുപാട് തിരക്കുകളും ക്ലാസ്സുകളും ഒക്കെ ഉള്ളതാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കവറ് പൊട്ടിച്ച് വായിച്ച് അതിൻ്റെ മറുപടി തയ്യാറാക്കുന്നതിന് ഒരുപാട് സമയം തന്നെ ചെലവഴിക്കേണ്ടി വരും. കാർഡുകളാകുമ്പോൾ വലിയ എളുപ്പമാണ് അതൊക്കെ എഴുതുന്നതിന്. ആ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹു സഹായിക്കട്ടെ. അൽഹംദുലില്ലാ, പരിശുദ്ധ റമദാനിൻ്റെ മനോഹരമായ 5ാമത്തെ തറാവീഹ് നമസ്കാരവും 5ാമത്തെ ദിവസത്തെ ദുആയും ഒക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പൂർണ്ണമായും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഒരുപാട് നിഅമത്തുകൾ കൊയ്തെടുക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. 5ാമത്തെ തറാവീഹ് നിസ്കരിച്ചവൻ്റെ കൂലി പരിശുദ്ധ മക്കയിലും മദീനയിലും നിസ്കരിച്ചവർക്ക് കിട്ടുന്ന കൂലിയാണ്. റമദാൻ 5ാമത്തെ തറാവീഹ്, അതായത് നാളെ റമദാൻ 5 ആണെങ്കിൽ ഇന്ന് രാത്രി നിസ്കരിക്കുന്ന തറാവീഹ് നിസ്കാരം, അതിന് അള്ളാഹു നമുക്ക് അത് നിസ്കരിച്ച് പൂർത്തിയാകുമ്പോൾ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം മാഷാ അള്ളാഹ് പരിശുദ്ധ മക്കത്തും മദീനത്തും നിസ്കരിച്ച കൂലിയാണ്. ചെറിയ കാര്യമാണോ? ചെറിയ കാര്യമാണ്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ്, ഇപ്പോൾ ഈ വർഷം ഇൻഷാ അള്ളാഹ് റമദാൻ 27-ന് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഞാൻ മക്കത്തായിരിക്കും. റമദാൻ ഒരു പകുതി കഴിയുമ്പോൾ തന്നെ ഇൻഷാ അള്ളാഹ് സൗദിയിലേക്ക് പോവുകയാണ്. റമദാൻ്റെ 27 കൃത്യമായും പരിശുദ്ധ ഹറമിലായിരിക്കും. വലിയൊരു ആഗ്രഹമാണ് 27-ൻ്റെ രാവിലെ ഹറമിൽ നിന്ന് കരഞ്ഞു ദുആ ചെയ്യുക എന്നത്. ഇൻഷാ അള്ളാഹ് അത് അമൽ സ്വീകരിക്കാനും ആ ഭാഗ്യം കിട്ടാനും നിങ്ങളൊക്കെ ദുആ ചെയ്യുക. അപ്പോൾ 5ാമത്തെ തറാവി നിസ്കരിച്ചാൽ മക്കയിലും മദീനയിലും നിസ്കരിച്ച പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് തരുന്നത്. നമ്മൾ നിരന്തരം ചൊല്ലുന്ന ദിക്റുകളുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ്, നമ്മളെല്ലാ ദിവസവും പറയും. അതിൻ്റെ 4 പ്രതിഫലങ്ങൾ നമ്മൾ പറഞ്ഞു. നമ്മൾ ദിക്ർ ചൊല്ലിയാൽ ലഭിക്കുന്ന 4 വലിയ പ്രതിഫലത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. 5ാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ? നമ്മുടെ മുഖത്തും ഹൃദയത്തിലും അള്ളാഹു പ്രകാശം തരുമെന്നാണ്. ഇപ്പോൾ ദിക്ർ, ഇപ്പോൾ അത്തിപ്പറ്റ ഉസ്താദ് വിട പറഞ്ഞു പോയി, അദ്ദേഹത്തിൻ്റെ മുഖം എന്ത് പ്രകാശമാണ്. ശംസുൽ ഉലമ, ഇന്നും ആ പേരിന് തന്നെ ഒരു പ്രകാശം. ഇന്നും ആ പഴയകാലത്തെ ഒരു ഫോട്ടോ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സുവനീറിൽ, അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ചരിത്ര പുസ്തകത്തിലൊക്കെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മുഖം ഇന്നും ആ ഫോട്ടോയിൽ തന്നെ എന്തൊരു തിളക്കമാണ്. ദിക്ർ, നിരന്തരം ദിക്റാണ് അവരൊക്കെ. അവരുടെ മുഖത്ത് നമ്മൾ ഈ സൗന്ദര്യവർദ്ധന വസ്തുക്കൾ ഉപയോഗിക്കാത്ത ഒരു വെളിച്ചമുണ്ടല്ലോ, ആ വെളിച്ചം മുഖത്ത് കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് വെളിച്ചം ലഭിക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴല്ല, നമ്മൾ മരിക്കുന്ന സമയത്ത് ലഭിക്കണം. നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തിങ്ങനെ ഈമാനിൻ്റെ വെളിച്ചം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിൻ്റെ വെളിച്ചം, ആ ദിക്റിൻ്റെ പ്രകാശം അത് നമ്മുടെ മുഖത്തുണ്ടാവണം. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് ചൊരിഞ്ഞു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് ദിക്റിൻ്റെ 5ാമത്തെ പ്രതിഫലം. ഇൻഷാ അള്ളാഹ് റമദാനിൻ്റെ 5ാമത്തെ രാത്രിയിലും പകലിലും നിങ്ങൾ ചൊല്ലാനുള്ള ദുആ മഹാന്മാർ രേഖപ്പെടുത്തുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ജഅൽനി മിനൽ മുസ്തഗ്ഫിരീൻ വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ. അല്ലാഹുമ്മ ജഅൽനി മിനൽ മുസ്തഗ്ഫിരീൻ വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ. അല്ലാഹുമ്മ ജഅൽനി മിനൽ മുസ്തഗ്ഫിരീൻ വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ജഅൽനി മിനൽ മുസ്തഗ്ഫിരീൻ, എന്നെ പാപമോചനത്തിൻ്റെ ആളുകളാക്കണം റബ്ബേ, പാപം പൊറുക്കുന്നവരാക്കണം പടച്ചോനെ, എന്നെ പാപം പൊറുക്കുന്നവരാക്കണം റബ്ബേ. അല്ലാഹുമ്മ ജഅൽനി മിനൽ മുസ്തഗ്ഫിരീൻ, എന്നെ പാപം പൊറുക്കുന്നവരാക്കണം റബ്ബേ, പാപമോചനത്തിൻ്റെ ആളുകളാക്കണം റബ്ബേ. വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ, എന്നെ സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ നിൻ്റെ അടിമകളിൽ ഉൾപ്പെടുത്തണം റബ്ബേ. നല്ല ദുആയാണ്. നമുക്കിപ്പോൾ റമദാൻ അല്ലാത്തപ്പോൾ ഇത് ചൊല്ലാം, പക്ഷേ ഇന്നത്തെ ദിവസത്തിൽ ചൊല്ലാൻ വേണ്ടി മഹാന്മാർ രേഖപ്പെടുത്തിയതാണിത്.
അല്ലാഹുമ്മ ജഅൽനി മിനൽ മുസ്തഗ്ഫിരീൻ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. അല്ലാഹുവേ, എന്നെ പാപം പൊറുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ചേർക്കണം, എന്നെ നിന്റെ സ്വാലിഹീങ്ങളായ സച്ചരിതരായ അടിമകളുടെ കൂട്ടത്തിൽ ചേർക്കണം റബ്ബേ എന്ന ദുആ. അല്ലാഹു പഠിക്കാനും മനസ്സിലാക്കാനും ഈ പ്രാർത്ഥനകൾ നടത്താനും റമളാനിൻ്റെ പൊരുത്തം നേടാനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എല്ലാം നിങ്ങൾ എഴുതി അറിയിക്കുക. അൽ ബയാൻ, AM നൗഷാദ് ബാഖവി, ദാറുൽ ഇഷ്ക്, തെന്നൂർക്കുണം, മുടപുരം BO, ചിറയൻകീഴ്, തിരുവനന്തപുരം. ഇൻഷാ അള്ളാഹ് റമളാനിൻ്റെ പരിശുദ്ധ രാവുകളിലെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ ഈ സാധുവിനെയും കൂടെയുള്ളവരെയും നിങ്ങൾ മറന്നുപോകരുതേ എന്ന് ഓർമ്മപ്പെടുത്തി ഈ കാരുണ്യത്തിൻ്റെ പത്തിൽ മറ്റൊരു അൽ ബയാനും കൂടി വിട പറയുകയാണ്. നാളെ ഇതേ രാത്രിയിൽ ഇതേ ചാനലിൽ ഇതേ സമയം മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് പറഞ്ഞു കൊടുത്ത അത്ഭുത വാർത്ത എന്തെന്ന് മനസ്സിലാക്കി നമുക്ക് യാത്ര തുടരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിരുമുര